തികയില്ല. അതുപോലൊരു അവസ്ഥയല്ല ഞാനിപ്പോ. സാറ് മനസ്സറിഞ്ഞ് തന്നാ മതി. ഇത് വെച്ചോ. നമ്മള് തമ്മില് പലതും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കണം. അല്ലെങ്കിലേ അമ്മ കിടക്കുന്ന ബെഡിന്റെ അടുത്ത് നീയും എത്തും ശവമായിട്ട്. അതൊന്നും വേണ്ടി വരില്ല സാറേ. നമ്മുടെ ഓപ്പറേഷൻ നടന്നിരിക്കും. ഒരു തലവേദന ഡോക്ടറെ, അതങ്ങോട്ട് മാറുന്നില്ല. നോക്കൊന്നും വേണ്ട. തലയിലല്ല കുഴപ്പം, മനസ്സിനാ. എങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാം. എന്റെ ഉള്ളിൽ കുറേ സംശയങ്ങളുണ്ട് ഡോക്ടറെ. അതിനുത്തരം കിട്ടിയ എന്റെ അസുഖം താനേ മാറും. ഉത്തരം സൈക്കോളജിസ്റ്റിന് തരാൻ പറ്റില്ല, മാലിന്യ ഡോക്ടറിനെ തരാൻ പറ്റും. നിങ്ങളുടെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും കെണിയും കൊണ്ടായിരിക്കും വരുന്നതെന്ന്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? പ്രധാനമായിട്ടും അറിയേണ്ടത് ഡോക്ടർ നിരഞ്ജനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതൊരു സാധാരണ ബന്ധമല്ലെന്ന് എനിക്കറിയാം. എന്താ ഡോക്ടറിന്റെ ഉദ്ദേശം? നിരഞ്ജൻ ഡോക്ടറിന്റെ കൂടെ ജീവിക്കാനാണോ? തങ്കച്ചിയുടെ അഭിപ്രായം എന്താ? ഞാൻ ജീവിക്കണോ? വേണം. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്. അപ്പോ അക്ഷരയോ? അവളോട് പോവാൻ പറ. നിരഞ്ജൻ ഉപേക്ഷിച്ചാലും അവള് വഴിയാതാരാവാനൊന്നും പോകുന്നില്ല. ഇന്ന് രാത്രി നിരഞ്ജൻ ഇറങ്ങിപ്പോയാ നാളെ രാവിലെ അവക്ക് പുതിയ ഭർത്താവ് വരും. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. അവളുടെ കുട്ടിയുണ്ടല്ലോ, ആ ശ്രുതി, അവള് നിരഞ്ജന്റെ മോളല്ല. ആ, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. പറയാനും ഒന്നും ഞാൻ വ്യക്തമാക്കാം. നിരഞ്ജനും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആരും കരുതുന്ന പോലൊരു ബന്ധമല്ല. അതിപ്പോ എങ്ങനെ നിങ്ങളോട് വിശദീകരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടെ ഉണ്ട്. ഞാൻ കൂടെ ഇല്ല. ആഗ്രഹിച്ചത് വിട്ടുകളയരുത്, അത് ബുദ്ധിയല്ല. ഞാനിപ്പോ ആഗ്രഹിക്കുന്നതേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണോന്നാ. മോളെ, ഡോക്ടർ അല്ലെങ്കിൽ മാഡം, അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. അതായത് എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളെപ്പോലൊരു പരദൂഷണ കീടം എന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സമയം മെനക്കെടുത്തത് ഇറങ്ങി പോവാൻ നോക്ക്, അല്ലെങ്കിൽ പിടിച്ചിറക്കും ഞാൻ. ശരി, ഞാൻ പോയിക്കോളാം. ഒറ്റയ്ക്ക് എത്ര കാലം പിടിച്ചു നിൽക്കുന്ന് എനിക്കൊന്ന് അറിയണം. കണ്ടല്ലോ, ബില്ലടച്ചിട്ട് വരുന്ന വഴിയാ. ഇനി ഈ കിടപ്പ് കിടന്ന എന്റെ കിഡ്നി അടക്കം മുറിച്ചിരിക്കേണ്ടി വരും. ദേവി തന്നെ ഒന്ന് രക്ഷിക്കും. ഈ കിടപ്പൊന്ന് അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോവാൻ നോക്കും. കഷ്ടപ്പെട്ട ഞാൻ കാശുണ്ടാക്കുന്നു. ആ കാശ ഇവിടെ കൊണ്ടുവന്ന് കടലിൽ കായം കലക്കുന്ന പോലെ കലക്കി കളയുന്നു. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കും. വേണ്ട, ഇനി അമ്മയായിട്ട് ചെയ്യണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഒരു തവണ ശ്രമിച്ചതാ, അന്ന് പാളിപ്പോയി. ഇത്തവണ എനിക്ക് ജയിച്ചേ പറ്റൂ.